ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയവരുടെ അവസ്ഥ വിവരിച്ച് കൌൺസിലിംഗ് നടത്തുന്നവർ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് പലരും മുക്തരായിട്ടില്ലെന്ന് മേപ്പാടി ക്യാമ്പിലെ കൌൺസിലർമാർ പറയുന്നു. സ്വന്തം കുഞ്ഞ് കൺമുൻപിൽ ഒഴുകിപ്പോയ അവസ്ഥയൊക്കെയാണ് പലരും പറഞ്ഞതെന്നും കൌൺസിലർമാർ പറഞ്ഞു. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവർക്കിപ്പോഴും ആ 30-ാം തീയതിയിലെ പാതിര സമയം ഓർക്കാൻ പോലും കഴിയുന്നില്ല. അവർ പലതും ഇപ്പോൾ തുറന്നു പറയുന്നു. പലരും സാധാരണ ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങിയിട്ടില്ല. എന്തായാലും അവരെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. ആ ടീം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അവർ ആ 30-ാം തീയതിക്ക് ശേഷം, ആ 30-ാം തീയതി പാതിര ഒരു 1:30-ക്ക് ശേഷം ആണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നത്. സാധാരണ ജീവിതത്തിലേക്ക് പലരും തിരിച്ചെത്തിയിട്ടുമില്ല. എന്താണ് നിങ്ങളുടെ കൗൺസിലിങ്ങിലൂടെ മനസ്സിലാകുന്നത് അവരുടെ ജീവിതം? അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ രാത്രിയിൽ ഒരു സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ഫാമിലി പെട്ടെന്നാണ്, നമ്മളൊക്കെ പ്രതീക്ഷിക്കാതെയാണല്ലോ ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഉരുൾ പൊട്ടുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആകെ പാനിക്കായി പോകുന്നു. അപ്പോൾ ഒരമ്മ നമ്മളോട് പങ്കുവച്ചത്, അവർക്കൊരു 3 മക്കളാണുള്ളത്. അപ്പോൾ അവരെ ഇളയമോൻ അവരെ കൺമുന്നിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അമ്മ പാനിക്കായി ആകെ ഷോക്കായി. ഇപ്പോൾ അച്ഛനാണെങ്കിലുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും എന്നറിയാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ഇളയ മോളാണ് ഈ മകനെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ മകൻ രക്ഷപ്പെടുത്തുന്നു. പിന്നെ ആ ട്രോമയിലൂടെ അവർ കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഇപ്പോൾ ഒരു സാധാരണ സ്റ്റേറ്റിലോട്ട് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ രാത്രി ഉറങ്ങാൻ പോവുകയൊക്കെ ആയിരുന്നു. ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്ന് ഉറങ്ങാൻ പോകുമ്പം എന്തോ ഭയങ്കര ഒച്ച കേട്ടു. ഒരു വെള്ളം വരുന്നതല്ല, മരം വീഴുന്നതല്ല, എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരൊച്ച. അപ്പം അവർ പറഞ്ഞത് ലോകം അവസാനിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു അവർ നിന്നിരുന്നത്. ഇനി ആരും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിൽ അവർ പറഞ്ഞത്. അത്രയും ശബ്ദത്തിൽ എന്തൊക്കെയോ വരുമ്പം മക്കളെയും ഭാര്യനെയൊക്കെ ഇട്ടിട്ട് അവർ പുറത്തേക്ക് പോയി നോക്കി. ആദ്യത്തെ ശബ്ദം വന്നപ്പോൾ പുറത്തേക്ക് പോയി നോക്കിയപ്പം നാടില്ല, അവരെ നാട് മാത്രമല്ല. അവർക്കത് കാണാൻ കഴിയുന്നത് ഫുൾ ചെളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കിയപ്പം, അങ്ങാടി ഭാഗത്തേക്ക് പോയി നോക്കിയപ്പം അവിടെ ഒന്നുമില്ല. ആളുകൾ കരയുന്ന ഒച്ച ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല, ഒക്കെ വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രമായിട്ടാണ് നിന്നിരുന്നത്. നമ്മളിവിടെ അന്ന് തൊട്ടുണ്ട്, ഇവിടെ 31-ാം തീയതി തൊട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അന്ന് വന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഫുൾ കരച്ചിലും ബഹളവും, ആരോടും മിണ്ടില്ല, ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ നമ്മളോടാണെങ്കിലും സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ സംസാരിക്കാൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവരോട് എന്താണ് അനുഭവം അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടില്ല, ഇതുവരെ നമ്മൾ ചോദിച്ചില്ല. പക്ഷെ അവർ നമ്മളോട് ചില സമയത്ത് അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കാൻ അവർക്ക് ആളെയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിരുന്ന് അവരോട് സംസാരിക്കും, നമ്മൾ സപ്പോർട്ടീവായിട്ട് അവരോട് സംസാരിച്ച് കുറേ നേരം സംസാരിച്ച് കഴിയുമ്പം അവർ കുറേ റിലാക്സ് ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാനുണ്ട്. അവരുടെ സങ്കടങ്ങളും ചിലപ്പോൾ അന്നത്തെ അനുഭവങ്ങളും അവരുടെ ബന്ധുക്കളും അയൽവക്കക്കാരും എല്ലാം പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളെടുത്ത് സംസാരിക്കും, നമ്മൾ അവർ കേട്ടിരിക്കുന്നു, അവർ നമ്മളോട് സംസാരിക്കുന്നു. ആളുകൾ വെപ്രാളത്തിനിടയിൽ ഓടുമ്പോൾ അവർക്ക് ഒരുപാട് ഫിസിക്കൽ ഫ്രാക്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൈയൊടിയുക, കാലൊടിയുക, ഊരയ്ക്ക് കംപ്ലൈൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ വേദനകൾ പങ്കുവെക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വെപ്രാളത്തിനിടയിൽ അവർക്ക് പറ്റിയ ഫ്രാക്ചർ കൊണ്ട് പിന്നീട് എണീക്കാൻ പോലും പറ്റാതെ, ബാത്റൂമിൽ പോകാൻ പറ്റാതെ കിടക്കുന്നവരൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അവരുടെ മക്കൾ, ഇപ്പോൾ ഇവിടെയുള്ള ഒരു സ്ത്രീക്ക് 3 മക്കളാണ്. അപ്പോൾ ആ 3 മക്കളും പല ദിവസങ്ങളും ഉറങ്ങിയിട്ടില്ല, എനിക്കും അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അവർ പറയുന്നുണ്ട്. അപ്പം അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ആയാലും, ഇമോഷണലി അവർ ഒരുപാട് ഡൗൺ ആയ സ്റ്റേജുകളായാലും, അപ്പോൾ അവർക്ക് പങ്കുവെക്കാൻ ഒരാൾ അല്ലെങ്കിൽ അവരെ കേട്ടിരിക്കാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് അവരെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ആളുകൾക്ക് ആ ഒരു 30-ാം തീയതിയിലേക്ക് ഒരു യൂട്ടേൺ എടുക്കാൻ എന്തായാലും ഈ രക്ഷപ്പെട്ട ആളുകൾക്ക് താല്പര്യമില്ല. അവർ പുതിയൊരു ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പലപ്പോഴും ഈ കൗൺസിലർമാരോട് മാത്രമാണ് അവർക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയും. നമുക്കൊരു അടുത്ത സുഹൃത്തിനോട് പറയുന്ന പോലെ പറയാൻ കഴിയും. ആ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ മേപ്പാടി ക്യാമ്പിലുള്ള കൗൺസിലർമാർ പങ്കുവച്ചിട്ടുള്ളത്. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18.